നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇന്ത്യ ഒന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ. അത് എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും ഈ സാധനം കയറി വരും. അതിന്റെ കൂടെ ഇപ്പൊ സ്പോർട്സിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ അതിന്റെ സ്പോർട്സിന്റെ ഭാഗങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് വരും. അത് സ്ഥിരമാണ്, ഇനി അതങ്ങി ആവർത്തിക്കും. അതെ അതെ അതെ, നിങ്ങളുടെ വോയിസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സത്യത്തിൽ അല്ലു അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിസ് ജോയിയാണ് എന്ന് വെച്ചാൽ അത് കേൾക്കുന്ന സമയത്ത് ഇത് അല്ലു അർജുൻ ആണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് രണ്ടും കൂടെ മേർജ് ആയിട്ടുണ്ട് ഐഡന്റിറ്റി. ഒരു അതിനെ പറ്റിയിട്ട് ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ? ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഐഡന്റിറ്റിയുമായിട്ട് മേർജ് ആവുമ്പോൾ ഇവിടെ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട് ജിസിന്. നമ്മൾ അറിയുന്ന ഒരു സംവിധായകൻ ജിസാണ്. ചില സമയം ഇത് ഡബ് ചെയ്താണെന്ന് ചിലർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അല്ലു അർജുന്റെ ശബ്ദമായിട്ടാണ് അവർ കേൾക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല ജിസാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഒരു മെർജിങ് ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നമുക്ക് അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ച് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം.